ഞാനീ പറയുന്ന ഓപ്പൺ ആക്സസ് ആയാലും ഈ വിജ്ഞാനത്തിൻ്റെ കുത്തകവൽക്കരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളായാലും ഇതെല്ലാം തന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഫാക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഗവേഷണങ്ങളുടെ സ്വതന്ത്ര ലഭ്യത എനിക്ക് തോന്നുന്നു അധികം അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു ഇല്ല കാര്യമാണെന്ന് ഇല്ല തോന്നുന്നു. അധികം ആർക്കും അറിയത്തില്ല. അപ്പോൾ സാധാരണ നോവൽസും ത്രില്ലർ നോവൽസും എഴുതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? കൊലപാതകി തോക്കുമായിട്ട് വരുമ്പം അവിടുത്തെ പ്രകൃതി സൗന്ദര്യം നമ്മൾ വർണ്ണിക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല. ഒന്നൊരു കൊലപാതകം, ഒരു അന്വേഷണം, അതെ. കുറ്റവാളിയെ കണ്ടെത്തൽ, ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ ക്രൈം ത്രില്ലറുകളും ഇറങ്ങുന്നത്. എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തു കൊണ്ടുവരാം. നായകൻ നന്മമരാവണമെന്ന് ഒരിടത്തും നിർബന്ധമില്ല, വില്ലൻ പൂർണ്ണമായിട്ടും വില്ലനാവണമെന്ന് നിർബന്ധമില്ല. സാറിൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഡാർക്ക് നെറ്റ്. അത് ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുടെ ഒരു ഡാർക്ക് നെറ്റ് വെബിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സംഭവം. രണ്ടാമത്തെ ഹാക്കർ എക്സ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഗവേഷണ ഫലങ്ങളുടെ സ്വതന്ത്ര ലഭ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു സൈബർ ത്രില്ലറിലോട്ട് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ കൊണ്ടുവരുന്ന സമയത്ത് അതൊരു വലിയൊരു ചാലഞ്ചാണ്. ഈ ഗൗരവമായിട്ടുള്ള വിഷയം നമ്മൾ ക്രൈം ത്രില്ലർ ബേസിൽ ചെയ്യാന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ആ സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തായിരുന്നു? ഹാക്കർ എക്സ് രണ്ടാമതിൽ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട്. കാരണം ഞാൻ അതിൽ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതെ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിക്ഷൻ എന്ന് പറയുന്നത് വെറും വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അത് ചില ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശക്തമായ മാധ്യമം കൂടിയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹാക്കർ എക്സ് എഴുതുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, ജോ ബുക്ക് വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഇത് പ്ലാനസ്, സ്വതന്ത്ര ലഭ്യത, ഗവേഷണ ഫലങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എത്തിക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു അക്കാഡമിക് ലേഖനമല്ല. അല്ല. പൈസ കൊടുത്ത് ഈ പുസ്തകം വാങ്ങുന്ന ആളിനെ തീർത്തും ഒരു സീറ്റ് എഡ്ജിലിരുത്തി വായിപ്പിക്കേണ്ട ഒരു ക്രൈം ത്രില്ലർ നോവലാണിത്. അപ്പോൾ അങ്ങനെ ഒരു നോവലിലേക്ക്, എന്നാൽ അങ്ങനെ നമ്മളൊരു സാധാരണ ഒരു പ്ലെയിൻ നോവൽ എഴുതുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് നെറ്റ് മിജോ വായിക്കുമ്പോൾ ഡാർക്ക് നെറ്റ് എന്താണെന്ന് അറിയുകയും ചെയ്തു, അതിൻ്റെ ആ ഒരു ത്രില്ലർ എലമെൻറ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമതൊരു നോവൽ വരുമ്പോൾ അവിടെ നമുക്ക് ആ ത്രില്ലർ എലമെൻറ്റ് കിട്ടുകയും വേണം, എന്നാൽ നമ്മൾ ഈ പറയുന്ന പുതുതായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ചെയ്യണം. ഒരു സയൻസ് സൊസൈറ്റിനെ കേന്ദ്രീകരിച്ച് ഒരു ത്രില്ലറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ കഥാപാത്രങ്ങളുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം തന്നെ ഈ പറയുന്ന സംഭവങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഞാനീ പറയുന്ന ഓപ്പൺ ആക്സസ് ആയാലും ഈ വിജ്ഞാനത്തിൻ്റെ കുത്തകവൽക്കരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളായാലും ഇതെല്ലാം തന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഫാക്റ്റാണ്. തീർച്ചയായിട്ടും ഇതിലൊന്നും തന്നെ ഫിക്ഷനില്ല. ഫിക്ഷൻ വരുന്നതിന് ആ സ്റ്റോറിയിലാണ് ഫിക്ഷൻ വരുന്നത്, ബാക്കിയെല്ലാം ഫാക്റ്റാണ് എഴുതിയിരിക്കുന്നത്. കഥ തുടങ്ങുമ്പോൾ പറയുന്ന ആരോൺ ലൂയിസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയുന്നു. അത് ആരോൺ ഫിഞ്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം യഥാർത്ഥത്തിലുണ്ട്. അദ്ദേഹം ഈ പറയുന്ന സ്വതന്ത്ര ലഭ്യതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ്. അപ്പം മിക്കവാറും കാര്യങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് ഫാക്റ്റ് വെച്ചിട്ടാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, ആവശ്യം പോലെ ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട്, നമുക്കിവിടെ കൊലപാതകം വരുന്നുണ്ട്, ആളിൻ്റെ മിസ്സിങ് വരുന്നുണ്ട്, അന്വേഷണം വരുന്നുണ്ട്, ഇതെല്ലാം പ്രണയം വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഈ കൃത്യമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സാധനം പറയുന്നത്. അല്ലാതെ ഇത് മാത്രം ഈ നോവലിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെയാണ്, സ്വതന്ത്ര ലഭ്യത അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മിജോ 2 പേജ് വായിച്ചു വെച്ച് ബുക്ക് മടക്കി വയ്ക്കും. അതേസമയം അതിനെ ഒരു ത്രില്ലർ ലെവലിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ പുസ്തകം കൊണ്ട് ഗുണമുണ്ടാകും. ഇതൊരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു കേട്ടോ, അങ്ങനെയല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഡാർക്ക് നെറ്റ് വായിച്ച പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കുറച്ച് ഒരു സീരിയസ് ആണല്ലോ എന്നെൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സീരിയസ് ആണ്, കാരണം അത്രയും നമ്മളത് റിസർച്ച് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പരമ്പരാഗത ഈ കുറ്റാന്വേഷണ നോവലുകളുണ്ട്, ഒരു കൊലപാതകം, ഒരു അന്വേഷണം, കുറച്ച് തെളിവുകൾ കണ്ടെത്തുന്നു, തീരുന്നു. അവിടെയാണ് ക്ലീഷകൾ വരാനുള്ള സാധ്യതയുള്ളത്. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് പുതിയ പശ്ചാത്തലം എടുക്കുക, പുതിയ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഡാർക്ക് നെറ്റ് മലയാളികൾക്കൊരു പുതിയ കാര്യമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പം സ്വതന്ത്ര ലഭ്യതാ പ്രസ്ഥാനങ്ങൾ, അതൊരു പുതിയ കാര്യമാണ് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗവേഷണങ്ങളുടെ സ്വതന്ത്ര ലഭ്യത എനിക്ക് തോന്നുന്നു അധികം അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു ഇല്ല കാര്യമാണ്. അധികം ആർക്കും അറിയത്തില്ല. കാരണം ഇതൊക്കെ ഈ ഇൻ്റലക്ച്വൽ സർക്കിളുകളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ. ആ വിഷയങ്ങളെ നമ്മൾ ജനകീയമാക്കി തീർക്കുന്നത്
അങ്ങനെ. അതായത് എല്ലാ ഗവേഷണ ഫലങ്ങളും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം കൊടുക്കണം. എന്നുള്ളൊരു അതെ, ആശയമാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനു വേണ്ടി ആ ഒരു ആശയത്തെ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ എലമെൻസ് കൂടെ വരുന്നു. വരുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു വലിയൊരു ആശയത്തിന് നമ്മളിവിടെ ത്രില്ലർ നോവലിലൂടെ കഥ പറയും. കഥ പറയാൻ. ഒരു സാധാരണ നോവലും അല്ലെങ്കിൽ ഒരു ത്രില്ലർ നോവലുകൾ, ഇപ്പോൾ സാർ ഇപ്പോൾ ത്രില്ലർ നോവൽസ് ആണ് കൂടുതലും രണ്ട് പുസ്തകത്തിലും ആ ഒരു ജോണറിനെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ നോവൽസും ത്രില്ലർ നോവൽസും എഴുതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? അതായത് ഈ കഥയുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, ഈ കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടാതെ വേണമല്ലോ നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു അവർ? അതായത് സാധാരണ നോവലെന്ന് മിജോ ഉദ്ദേശിച്ചത് നമ്മുടെ മുഖ്യധാര നോവലുകളാണ്. അതെ, പ്രധാനപ്പെട്ട സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ വരുന്ന പുസ്തകങ്ങളെയാണ് നമ്മൾ സാധാരണ നോവലുകൾ എന്ന് പറഞ്ഞത്. അപ്പം മറ്റേന്ന് പറയുമ്പോൾ ജനപ്രിയ നോവലുകൾ, നമ്മൾ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ജനപ്രിയ നോവലുകൾ. ഇത് രണ്ടും അതിൻ്റെ രണ്ടിൻ്റെയും രചനാ രീതി രണ്ട് രീതിയിലാണ്, വളരെ വ്യത്യസ്തമാണ്. കാരണം ആദ്യം പറഞ്ഞ നമ്മുടെ നോവലുകൾ, ഈ ജനപ്രിയമല്ലാത്ത സാധാരണ നോവലുകൾ, ഈ നോവലുകൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ്റെ അവസ്ഥകളെയാണ്. അവരുടെ ആന്തരിക സംഘർഷങ്ങളാണ് കൂടുതലും ഇവർ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ തകർച്ചകളും ബന്ധങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളെയാണ് ഈ നോവലുകൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം അവിടെ ഇത് കൈകാര്യം ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരൻ ഈ ആൾക്കാരോടൊപ്പം ജീവിക്കുകയാണ്. അതെ, അവിടെ ഈ എന്താ പറയുക, വായനയുടെ വേഗതയ്ക്ക് പകരം വരികളുടെ ഭംഗിയാണ് അവിടെ കൂടുതലും എടുക്കുന്നത്. അതായത് എത്രത്തോളം ഇത് കാവ്യാത്മകമായി നമ്മൾ അതവിടെ അഡ്രസ്സ് ചെയ്യുന്നു, എഴുതുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതി. സാഹിത്യത്തിനാണ് അവിടെ മുൻഗണന കൊടുക്കുന്നത്. കാരണം അവിടെ ഈ ഒരു വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ച്, അയാളുടെ ബന്ധങ്ങളെക്കുറിച്ച്, അയാളുടെ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വളരെ വിശദീകരിച്ച് വർണ്ണിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് വരുമ്പം ഇത് നേരെ തിരിച്ചാണ്. ഇവിടെ സംഭവങ്ങൾക്കാണ് പ്രാധാന്യം. കാരണം ഇവിടെ സാഹിത്യത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ വരികളുടെ ഭംഗി നോക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വിശദീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പുസ്തകം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം അവിടെ തീർന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ സൈബർ ത്രില്ലറുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാഹിത്യം ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ രസം കളയുമെന്ന് എനിക്ക് തോന്നുന്നു. സൈബർ ത്രില്ലർ എന്നുള്ളതല്ല, ഏത് ത്രില്ലർ ആയാലും, ഈ ക്രൈം ത്രില്ലർ നോവലുകളിൽ ഏതിലായാലും തന്നെ, ത്രില്ലർ നോവലുകളിൽ ഏതിലായാലും തന്നെ നമ്മൾ കൂടുതൽ ഒരു കാര്യം വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡാർക്ക്നെറ്റിനെ കുറിച്ച് പോലും ഒരു 2 പാരഗ്രാഫ് കണ്ടിന്യൂസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മിജോയ്ക്ക് അത് മടുക്കും. കാരണം അതല്ല ആ പുസ്തകത്തിൽ നിന്ന് മിജോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ മറുവശത്ത് അതല്ല. മറുവശത്ത് നമ്മൾ ആ ഭാഷയുടെ ഭംഗി, എങ്ങനെയാണ് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്, വാചകങ്ങൾ, ഇതെല്ലാം അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടും സാധാരണ ഒരു നോവൽ എഴുതുമ്പോൾ. ഇപ്പുറത്ത് വരുമ്പോഴേ അതൊന്നും ഒരു വിഷയമാകുന്നില്ല. അവിടെ പ്ലോട്ടാണ് പ്രശ്നം. അവിടെ നമ്മൾ സമയത്തിനെതിരെ ഓടുകയാണ്, എന്തോ നടക്കാൻ പോവുകയാണ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു, അടുത്ത കൊലപാതകം എന്താ വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്ക് ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ വിശദീകരിക്കുന്ന ഇപ്പം കൊലപാതകി തോക്കുമായിട്ട് വരുമ്പം അവിടുത്തെ പ്രകൃതി സൗന്ദര്യം നമ്മൾ വർണ്ണിക്കേണ്ട കാര്യമില്ല. അതെ. അപ്പം ഈ ഒരു വ്യത്യാസം, കാരണം ഇവിടെ സംഭവങ്ങൾ, അവിടെ എഴുത്ത്, ഈ നമുക്കിപ്പം എന്താ പറയുക, ഇപ്പം സംഭവങ്ങൾ പറ ഒന്ന് കഴിഞ്ഞ് പെട്ടെന്ന് അടുത്തത് തന്നാൽ മിജോ വായിക്കുള്ളൂ. ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ വായിക്കാനുള്ള ഒരാഗ്രഹം മിജോയ്ക്ക് ഉണ്ടാകണമെങ്കിൽ അതിനുള്ള എലമെൻറ്റ് ഞാൻ അതിനകത്ത് തന്നിരിക്കണം. അപ്പം ആ ഒരു വ്യത്യാസം അതിനകത്ത് വരും. ആഗോളതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്രൈം ത്രില്ലർ സ്റ്റോറീസ് അവൈലബിൾ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. എന്താണ് ഇപ്പോൾ മലയാള സാഹിത്യത്തിലെ ക്രൈം ത്രില്ലർ നോവലുകളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? മലയാള സാഹിത്യത്തിലെ ക്രൈം ത്രില്ലറുകളുടെ അവസ്ഥ, ഇപ്പം മിജോ പറഞ്ഞ പോലെ ആഗോള സാഹിത്യം എടുക്കുമ്പോൾ ക്രൈം ത്രില്ലറുകൾക്ക് അവരെ അത് മുൻനിരയിൽ തന്നെയാണ് ഇരിപ്പിടം കിട്ടിയിട്ടുള്ളത്. അതേസമയത്ത് മലയാള സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഈ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് ഒരു ബി ഗ്രേഡ് സാധനമായിട്ടാണ് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഇത് എന്താ പറയുക, ഒരു മുഖ്യധാര എഴുത്തുകാരുണ്ട്, അവരുടെ പുസ്തകങ്ങളുണ്ട്, അത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ട് കണക്കാക്കി അതിൻ്റെ രണ്ടാം തരത്തിലുള്ള പുസ്തകങ്ങളാണ് ജനപ്രിയ സാഹിത്യം അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന ക്രൈം ത്രില്ലറുകളും ഇതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് പിന്നെ പല ഘടകങ്ങളുണ്ട്. കാരണം ഈ ത്രില്ലർ എഴുത്തിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള പലതും തന്നെ ഈ പുറത്ത് ഇംഗ്ലീഷ്
ത്രില്ലർ നോവലുകളുടെയൊക്കെ അനുകരണങ്ങളാണ് പലതും വന്നിട്ടുള്ളത്. അതായത് ഷെർലക് ഹോംസിനെ അനുകരിച്ചിട്ടുള്ള അതെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അനുകരണങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ എന്താ പറയുക, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന തലത്തിൽ കുറച്ച് പുതിയ എഴുത്തുകാർ വന്നിട്ടുണ്ട്, അവരെഴുതുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഹവാന ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സ്പൈ നോവലുണ്ട്. ഹവാന ക്ലബ്ബ് മാതൃഭൂമിയാണ് ഇറക്കിയത്, ഹവാന ക്ലബ്ബ്. അപ്പോൾ ഹവാന ക്ലബിൻ്റെ റൈറ്റർ റിജോ ജോർജാണ്. അപ്പം ആ പുസ്തകം എന്ന് പറയുന്നത് ഒരു സ്പൈ നോവലാണ്. ഇന്ത്യൻ സ്പൈസ് ചൈനയിൽ പോയി ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷ് നോവൽ വായിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് അതെഴുതുന്നത്. അങ്ങനെ നിരവധി നോവലുകളുണ്ട്. ഇപ്പോൾ രഞ്ജു ക്ലിമാനൂരും ലിജിൻ ജോണും കൂടെ ചേർന്ന് എഴുതിയ ഒരു BC 261 എന്ന് പറയുന്നൊരു നോവൽ, അത് ചരിത്രവും വർത്തമാനകാലവും തമ്മിൽ മിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. അതുപോലെ തന്നെയാണ് പിന്നെ ഇപ്പം കുറേ മെഡിക്കൽ ത്രില്ലറുകൾ വരുന്നുണ്ട്. ആ മെഡിക്കൽ ത്രില്ലറുകൾ എഴുതുന്നതെല്ലാം നല്ല കഴിവുള്ള ഡോക്ടർമാർ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ആ മേഖലയിൽ എക്സ്പെർട്ടാണ്. അപ്പോൾ അവർക്കത് എഴുതുമ്പം അവർക്കത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ അത് എഴുതാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ത്രില്ലർ സാഹിത്യം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലെത്തിയോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എങ്കിൽ പോലും മലയാളത്തിൽ നമുക്ക് എന്താ പറയുക, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ വൃത്തിയായിട്ട് ആണ് ഇപ്പം ആൾക്കാർ എഴുതുന്നത്. എല്ലാ നോവലുകളും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെ നിലവാരം വളരെയധികം മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ആഗോള തലത്തിലുള്ള ഒരുപാട് ക്രൈം ത്രില്ലർ സ്റ്റോറീസ് അത് മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക്, ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ബിജോ പറഞ്ഞാൽ നേരത്തെ ചോദിച്ചതിൽ തന്നെ ആ ചോദ്യം ഈ ചോദ്യവും കൂടെ ഒരുമിച്ച് ആണ് ആൻസർ പറയേണ്ടത്. എങ്കിലും ഞാൻ പറയേണ്ടത്, ഇപ്പം ബിജോ പറഞ്ഞില്ലേ, ഇത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പം ഞാൻ ഡാർക്ക്നെറ്റ് എഴുതുമ്പോൾ ഞാൻ ഡാർക്ക്നെറ്റ് ആയാലും ഹാക്രക്സ് ആയാലും ഞാൻ സ്വീകരിച്ചിട്ടുള്ള ആ 2 നോവലിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളം മാത്രമല്ല അതിൻ്റെ കഥാപരിസരം അല്ല, അത് പല സ്ഥലങ്ങളിലേക്ക് ഞാനത് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്, ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ എഴുതുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വായിക്കുന്ന ആളിന് ഇതൊരു ലോക്കൽ ത്രില്ലറാണ് എന്ന് തോന്നത്തില്ല, പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. അത് നമുക്ക് കുറച്ചുകൂടെ ഒരു വൈഡ് ക്യാൻവാസിലൊക്കെ വരച്ച് വയ്ക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാർക്ക്നെറ്റ് ഞാൻ വായിച്ച് തുടങ്ങിയ സമയത്ത് അത് ഏതോ ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ അല്ലെങ്കിൽ ഒരു വിദേശ നോവലിൻ്റെ വിവർത്തനം പോലെ എനിക്ക് തോന്നി, കാരണം അങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആക്ച്വലി ഞാനതിൽ എൻ്റെ ഒരു വിജയമായിട്ടാണ് കരുതുന്നത്. കാരണം ഞാനിപ്പോൾ എഴുതി വയ്ക്കുന്നത്, അയാൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി, അവിടെ നിന്ന് നേരെ ഓട്ടോറിക്ഷ പിടിച്ച് ബേക്കറി ജംഗ്ഷനിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ഒരു ലോക്കൽ ത്രില്ലറായി മാറി അവിടെ. മറിച്ച് അതവിടെയല്ല നമ്മൾ പറയുന്ന അലക്സാണ്ട്രിയ ഹൈവ, ഇത് കെയ്റോയിലേക്ക് പോകുന്ന റോഡ്, അതുവഴി ആ വാഹനം കത്തിച്ച് പോകുന്നു എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ വേറൊരു തലത്തിലേക്ക് നമുക്ക് ഈ വായനക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഹാക്രക്സിനകത്തും ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ജർമ്മൻ ക്യാരക്ടറാണ്, ജർമ്മനിയിൽ നിന്നാണ് വിശാൽ കേരളത്തിലേക്ക് വരുന്നത്. പിന്നെ ഒരു പ്രത്യേക സ്ഥലം ഞാൻ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ എടുത്ത് പറയാറില്ല, ഇന്ന സ്ഥലം എന്ന് പറയാറില്ല. കേരളത്തിൽ എവിടെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറയാറില്ല. ഈ ഭൂമിയിൽ എവിടെയും ആവാം, ലോകത്ത് എവിടെയും ആവാം. അപ്പോൾ കേരളത്തിലാണ് എന്ന് നിങ്ങൾ വായനക്കാർ സങ്കല്പിക്കുക. കേരളത്തിലേക്ക് വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ എവിടെയാണെന്ന് ഒരിടത്ത് ഞാൻ പറയില്ല. ഒരു സ്ഥലപ്പേരുകൾ ഞാൻ ഐഡൻറ്റിഫൈ ഇല്ല. കാരണം ഇത് നമ്മുടെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലപ്പേരോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അവർ ഇതിലേക്ക് വരും. അത് ഒഴിവാക്കുക, മറിച്ച് അതിനെ ഒരു വൈഡ് ക്യാൻവാസിൽ തന്നെ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പം കേരളീയ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ അത്തരം കാര്യങ്ങൾ പറിച്ചു കാണുമ്പോൾ ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു എന്താ പറയുക, നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ക്രൈം ത്രില്ലർ നോവൽസിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ആ കൊലപാതകങ്ങളുടെ എൻക്വയറീസും അത് ഒരേ പാറ്റേണിലുള്ളതായിരിക്കും. അങ്ങനെ ഒരു ക്ലീഷേ പോലെ ഇതൊരു വന്നിട്ടുള്ളൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് നമ്മളൊരു ക്രൈം ത്രില്ലർ എഴുതുമ്പോൾ ഈ ഒരു ക്ലീഷേ വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ക്രൈം ത്രില്ലറുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ത്രില്ലറൊന്നും അല്ലാത്തൊരു സാധാരണ നോവൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ എഴുതാം, അതിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയണമെന്ന് എഴുത്തുകാരന് യാതൊരു വിധത്തിലുള്ള ബാധ്യതകളുമില്ല.
എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷേ ഒരു ക്രൈം ത്രില്ലർ എഴുതുമ്പോഴും അതിൽ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് നോവൽ തീരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഉത്തരം പറയാനായിട്ട് എഴുത്തുകാരൻ ബാധ്യസ്ഥനാണ്. അതെ. കൃത്യമായിട്ട് മറുപടി പറഞ്ഞാണ്. ഇപ്പോൾ പറഞ്ഞ ക്ലീഷകൾ വലിയൊരു പ്രശ്നമാണ്. കാരണം ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിലാകെ 2-3 കാര്യങ്ങൾ മാത്രമേ ബേസിക്കലി ഉള്ളൂ. ഒന്നൊരു കൊലപാതകം, ഒരു അന്വേഷണം, കുറ്റവാളിയെ കണ്ടെത്തൽ. ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ ക്രൈം ത്രില്ലറുകളും ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? ഇത് പറയുമ്പം മുൻപത്തെ നോവലുകളിലെല്ലാം ഇതേ കാര്യങ്ങളല്ല. അപ്പോൾ ക്ലീഷേ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കൊലപാതകമല്ല വേറെ എന്തെങ്കിലും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്രില്ലർ ആകുന്നില്ലല്ലോ. കൊലപാതകങ്ങളല്ല, അല്ലെങ്കിൽ ഒരാളെ മിസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റോബറി ആയിരിക്കാം. അങ്ങനെയുള്ള 3-4 കാര്യങ്ങളായിരിക്കും നമുക്കുള്ളത്. അപ്പം അതിനെ മാറ്റി വയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്തലം മാറ്റുക എന്നുള്ളതാണ്. പശ്ചാത്തലം മാറ്റുമ്പോൾ നമ്മളിപ്പോൾ ക്രൈം ത്രില്ലർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുറേ എന്താ പറയുക, ഇപ്പം നായകൻ വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെട്ട മദ്യപാനിയായ ഒരു പോലീസുകാരൻ, അയാളുടെ സ്ട്രഗിളുകളിൽ നിന്ന് ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം ഈ ടൈപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മളെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് നമ്മുടെ അല്ലാത്ത ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരണം. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്ത് കൊണ്ടുവരാം. നായകൻ നന്മമരാവണമെന്ന് ഒരിടത്തും നിർബന്ധമില്ല. വില്ലൻ പൂർണ്ണമായിട്ടും വില്ലനാവണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഈ ആദ്യം എഴുതിയിട്ടുള്ള 2 നോവലുകളിലെ നായകന്മാർ അവർ നല്ല നന്മ മരങ്ങളൊന്നുമല്ല. അവർ വില്ലന്മാരെക്കാട്ടിയും വലിയ വില്ലന്മാരായിട്ടാണ് ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ആ ഗ്രേ ഷെയ്ഡ് ഞാൻ അവിടെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ വ്യത്യാസം. ഈ നന്മ മരമായിട്ട് നീക്കുകയും ഇത് കണ്ടെത്തുകയും ചെയ്ത് എല്ലാം ഓക്കെ ശുഭം എന്നുള്ളതിനപ്പുറത്തേക്ക് വീണ്ടും വായനക്കാരന് ചിന്തിക്കാനൊരവസരം ഇട്ട് കൊടുത്തിട്ടാണ്, ആ ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ പോകുന്നത്. അപ്പം പിന്നെ രണ്ടാമത്തത് പശ്ചാത്തലം മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്ലെയിനായിട്ട് ഒരു കൊലപാതക കഥ പറയുന്നതിന് പകരം ഡാർക്ക് നെറ്റ് വഴി ഒരു കൊലപാതകം നടന്നു എന്ന് പറയുക. അടുത്ത് പ്ലെയിനായിട്ട് ഒരു മിസ്സിങ് കേസ് പറയുന്നതിന് പകരം ഈ ഗവേഷണ പ്രബന്ധങ്ങൾ കുറച്ച് കാണാതായി, അതിനോടൊപ്പം ഒരാളും കാണാതായി. ഇങ്ങനെ പറയുമ്പോൾ ഒരു വ്യത്യസ്തത വന്നു. ആ വ്യത്യാസം നമ്മൾ എല്ലാ എഴുത്തിലും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ക്ലീഷകളെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.